സമാധി മണ്ഡപമാണെന്നാണ് കുടുംബത്തിൻ്റെ അവകാശവാദം. അപ്പോൾ കുടുംബം ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒരു പരാതി കിട്ടി ഉടനെ വന്ന് അത് പൊളിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാക്കും. ഒരു ദുരൂഹത ആരോപിച്ചിട്ട് നാളെ ഇവിടുത്തെ പള്ളികളിൽ അടക്കം ചെയ്തിട്ടുള്ള കല്ലറ പൊളിക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നാൽ മരണം നമ്മുടെ നാട്ടിൽ ഡോക്ടർമാരൊന്നും സർട്ടിഫൈ ചെയ്യാറില്ല. രാവിലെ നടന്ന സംഭവം വൈകുന്നേരം വരെ അവിടെ അതിൻ്റെ പണികൾ നടക്കുന്നു, രാത്രി കൊണ്ട് പൂർത്തിയാവുന്നു. അത്രയും പ്രവർത്തനമൊക്കെ നടന്നിട്ട് നാട്ടുകാരെ അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റുമോ? ഗോപൻ സ്വാമിയുടെ കുടുംബത്തോടൊന്നും ഹിന്ദു ഐക്യവേദിക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. സെൻറ്ററിൽ ഒരു ക്ഷേത്രം ഉയർന്നു വരുന്നതിനെതിരായിട്ട് അവരുടെ ഭാഗത്തു നിന്നും തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്ന് പല ബുദ്ധിമുട്ടുകളും ഈ കുടുംബത്തിനുണ്ടായിട്ടുണ്ടെന്നുള്ള ആരോപണം കുടുംബം പറയുന്നുണ്ട്. എൻ്റെ വീട്ടിലൊരു മരണം നടന്നു കഴിയുമ്പോൾ നമ്മളത് സമൂഹത്തിന് അറിയിക്കില്ല. സമൂഹത്തെ അറിയിച്ചോളെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്? നിങ്ങൾ കല്ലറ പൊളിച്ചോളൂ. കല്ലറ പൊളിക്കുമ്പോൾ പാലിക്കേണ്ട ചില പ്രൊസീജിയർ ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് അതിന് ഭയം? പ്രൊസീജിയർ പാലിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഇതിന് തടസ്സം? ഞാൻ അന്വേഷിച്ചോളാണ് പറയുന്നത്. പ്രൊസീജിയർ പാലിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ പറയുന്നത്. കുടുംബത്തിന്റെ നിലപാടല്ല എൻ്റെ നിലപാട്. കുടുംബം ഒരു നിലപാടെടുത്തിട്ട് കുടുംബം ആവശ്യപ്പെടുന്നത് ഇതൊരു സമാധി സ്ഥാനമാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഗ്രേ ഏരിയയിൽ ഹിന്ദു ഐക്യവേദി നിർത്താൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ പർപ്പസ്ഫുൾ ആയിട്ട് ചോദിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇത് സമാധിയാണോ അല്ലേ എന്നുള്ളത് കോടതിയുടെ പ്രശ്നമല്ല. ഹിന്ദു ഐക്യവേദിയുടെ അഭിപ്രായമുണ്ട്. അത് തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്. കുടുംബം പറയുന്നത് അവർ കോടതി വിധിയെ മാനിക്കുന്നു. കൂടുതൽ അതായത് കല്ലറ പൊളിക്കണം അല്ലെങ്കിൽ അവരെ സമാധി പൊളിക്കണം എന്നുണ്ടെങ്കിൽ ഹിന്ദു ഐക്യവേദിയുമായി ചർച്ച നടത്തിയതിന് ശേഷം മാത്രമാണ് നടക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഒരു അല്ല ആ കാര്യത്തിൽ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന, കേരള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വിഷയമാണ് ഗോപൻ സ്വാമിയുടെ സമാധിയായി ബന്ധപ്പെട്ട്. അപ്പോൾ എന്താണ് അതിന് ഹിന്ദു ഐക്യവേദിയുടെ ഒരു റോൾ എന്താണ് അതിനകത്ത്? അല്ല, ഗോപൻ സ്വാമിയുടെ വിഷയം വിവാദമായി. അവിടെ ഗോപൻ സ്വാമി സമാധിയായതാണെന്ന് കുടുംബക്കാർ പറയുന്നു. അതനുസരിച്ച് ഗോപൻ സ്വാമിയെ സമാധിയിരുത്തുന്നു. അതിനെ സംബന്ധിച്ച് നാട്ടുകാരിൽ ആളുകൾ ചിലർ, പ്രത്യേകിച്ച് ഗോപൻ സ്വാമിയും ആ കുടുംബവും താമസിക്കുന്ന ഇടം എന്ന് പറയുന്നത് മറ്റ് മത വിഭാഗത്തിന് മെജോറിറ്റി ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ അവിടെ ഒരു വിഭാഗം ആളുകൾ ഈ വിഷയത്തിൽ ഈ വലിയ തോതിൽ വിവാദമുണ്ടാക്കിക്കൊണ്ട് ആ മരണം കൊലപാതകമാണെന്നോ അല്ലെങ്കിൽ അതിനൊരു ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരികയും അതൊരു തർക്കത്തിലേക്ക് വരികയും ചെയ്തപ്പോഴാണ് ഹിന്ദു ഐക്യവേദി ആ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഒരു പരാതി അവിടെ ഈ മരണത്തെ സംബന്ധിച്ച് അയൽക്കാർ കൊടുക്കുന്നു, അയൽക്കാരനായിട്ടുള്ള ഒരാൾ കൊടുക്കുന്നു. അതിനെ തുടർന്ന് പോലീസ് വന്നിട്ട് അത് പൊളിക്കാൻ ശ്രമിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പൊളിക്കുന്നത് ശരിയല്ല എന്നായിരുന്നു ഹിന്ദു ഐക്യവേദി പറഞ്ഞത്. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് ഒരു കൊലപാതകമാണ്, അവിടെ നടക്കുന്നൊരു കൊലപാതകമാണ്, ആസൂത്രിത കൊലപാതകമാണ്, അത് അന്വേഷിക്കണം എന്ന രീതിയിലാണ് അവിടെയുള്ള നാട്ടുകാർ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്കാണ് സമാധി പൊളിക്കാൻ പറ്റില്ല എന്നുള്ളത് കുടുംബത്തിൻ്റെയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഐക്യവേദിയും ഹിന്ദു ഐക്യവേദി എത്തുന്നത്. അപ്പോൾ അത് കൊലപാതകമായാൽ നാളെ നിങ്ങളും അതിനകത്തൊരു കുറ്റാരോപിതനാവില്ലേ? ഇല്ല, ഇത് കൊലപാതകമാണെന്ന് നാട്ടുകാർ കണ്ടിട്ടുണ്ടോ? കൊലപാതകം അല്ല എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അല്ല, അപ്പോൾ കൊലപാതകമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ ദാറ്റ് മീൻസ് അതിനത്രേ ഉള്ളൂ. അതായത് ഇതിനെ സംബന്ധിച്ചുള്ള സംശയം ദൂരീകരിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അത് കൊലപാതകമാണെന്നുള്ള കൺവിക്ഷനിലേക്ക് എത്തുന്നതിൻ്റെ എന്ത് അടിസ്ഥാനത്തിലാണ്? സാധാരണ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ചുറ്റുപാടുള്ള ആളുകളെ അറിയിച്ച് അദ്ദേഹത്തിന് മരണാനന്തര ചടങ്ങുകൾ നടത്തി എല്ലാവരും സമൂഹത്തിൽ എല്ലാവരും അറിയിച്ചുകൊണ്ടായിരിക്കും നടത്തുന്നത്. അത് സാധാരണ രീതിയിൽ അസാധാരണമായിട്ടുള്ള സംഭവം നടന്നുകൂടാന്നുണ്ടോ? സാധാരണമായ സംഭവം നടക്കുമ്പോൾ ആളുകൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് അയാളെ വർഷങ്ങളായി കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് കുടുംബം അങ്ങനെ അവരെ വേറെ രീതിയിൽ അപായപ്പെടുത്തിയതാണെന്ന് സംശയിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അല്ല, അങ്ങനെ സംശയിക്കാം, ആണ് എന്നുള്ള നിഗമനത്തിലെത്തരുതെന്ന് പറഞ്ഞു. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണുള്ള പരാതി പോകുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആ ഒരു പരാതി കിട്ടിയാൽ, പരാതി എന്താണ്? മാൻ മിസ്സിങ്ങിനെ സംബന്ധിച്ചാണ് പരാതി കിട്ടിയാൽ പോലീസ് എന്ത് ചെയ്യണം? അവിടെ കുടുംബം എന്താ പറയുന്നത്? ഇദ്ദേഹം സമാധിയായതാണ്, ഞങ്ങളവിടെ സമാധി ഇരുത്തിയിരിക്കുകയാണ്, ഒരു സമാധി മണ്ഡപമാണ്, അവിടെ ഋഷിപീഠമാണ്, സമാധി മണ്ഡപമാണെന്നാണ് കുടുംബത്തിൻ്റെ അവകാശവാദം. അപ്പോൾ കുടുംബം ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതങ്ങനെ ചെയ്തിട്ടുള്ളത്. പോലീസിന് പരാതി കിട്ടിയാൽ പോലീസ് എന്ത് ചെയ്യണം? അത് പോലീസിൻ്റെ കീഴിൽ മാത്രം വരുന്നൊരു കേസല്ല, പോലീസിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ മാത്രം വരുന്ന കേസല്ല, കോടതിയുടെ ഇടപെടൽ വേണം. അവിടെ ഞങ്ങളും പറഞ്ഞത് കോടതി പറയട്ടെ, കോടതി പറഞ്ഞാൽ ഓക്കെ. ഇവിടെ കോടതിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൊളിക്കണം എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ കോടതി പറയുകയാണ് അത് അന്വേഷിക്കണം, പൊളിച്ച് അതിൻ്റെ സത്യം കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ ഓക്കെ. ആർക്കും എതിർപ്പില്ല. മറിച്ച് ഒരു പരാതി കിട്ടി ഉടനെ വന്ന് അത് പൊളിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാക്കും. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി, ഈ സമാധിയായി എന്ന് പറഞ്ഞ ഒരാളെ ഒരു കല്ലറയ്ക്കുള്ളിലാക്കി നാളെ സമൂഹത്തിൽ ഇതുപോലെ മറ്റൊരു രീതിയിൽ ഒരാളെ കൊലപാതകം നടത്തിയാലും സമാധിയായി
ഞങ്ങൾ അയാൾ സമാധിയാക്കുന്ന തർക്കം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതേ സംഭവം തന്നെയല്ലേ ഉണ്ടാവുന്നത്? അന്വേഷിക്കേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരെ തടയുന്ന നടക്കുന്ന ആ അന്വേഷണത്തിനൊരു പ്രൊസീജിയർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ അന്വേഷണത്തിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ പാലിക്കണം. ഇവരുടെ മൊഴി പോലും എടുക്കാതെയാണ് പോലീസ് ഈ നടപടിക്രമത്തിലേക്ക് കടന്നത്. പോലീസ് സാധാരണ ഇപ്പോൾ അവരുടെ കുടുംബത്തോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മകനോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടതല്ല സമാധിയായതാണെന്നാണ് പറയുന്നത്. അങ്ങനെ അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അവർ സമാധിയായതെന്ന്. ഇതിനെ സംബന്ധിച്ചുള്ള ബാക്കി ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ഇടപെട്ടതിന് ശേഷമാണ് ഈ കുടുംബാംഗങ്ങളുടെ മൊഴി 3 മണിക്കൂർ സമയം കൊണ്ട് എടുത്തത്. ഹിന്ദു ഐക്യവേദിയുടെ ഇടപെടലും ഹിന്ദു ഐക്യവേദിയുടെ ഔദ്യോഗികമായ ഒരു പരാതി പോലും നമ്മൾ കൊടുത്തു. രേഖാമൂലം ഒരു പരാതി കൊടുത്തു. ഇതിനെ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ട് അന്വേഷണം തുടരണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. നടപടിക്രമങ്ങളുണ്ട്. ഏത് അന്വേഷണത്തിനൊരു നടപടിക്രമമുണ്ട്. ഈ കൺസേൺഡ് പാർട്ടിക്ക് ഒരു നോട്ടീസ് കൊടുക്കണം. അവർ സമാധിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ഡപമാണ്. ശരി, നമുക്ക് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവർ വിശ്വസിക്കുന്ന ഒരു മണ്ഡപമാണ്. ആ മണ്ഡപം പൊളിക്കുന്നതിന് മുൻപ് അവരെ കൺവിൻസ് ചെയ്യിക്കണം. അവരോട് പറയണം ഇതിൻ്റെ ഗൗരവം എന്താണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇതൊന്നും ചെയ്യാതെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരെ വന്ന് പൊളിക്കുന്നത് തെറ്റായ രീതിയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ശരിയല്ല. ഇത് ആർക്കെതിരെയും ഒരു ദുരൂഹത ആരോപിച്ചിട്ട് നാളെ ഇവിടുത്തെ പള്ളികളിൽ അടക്കം ചെയ്തിട്ടുള്ള കല്ലറ പൊളിക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം പള്ളിയിലെ ഖബറിൽ അടക്കം ചെയ്തിരിക്കുന്നത് പൊളിക്കണം എന്ന് പറഞ്ഞ്. കാരണം മരണം നമ്മുടെ നാട്ടിൽ ഡോക്ടർമാരൊന്നും സർട്ടിഫൈ ചെയ്യാറില്ല. ഉണ്ടോ? അതാണോ ജെന്യൂനായിട്ട് നടക്കുന്നത്? അല്ല, കുടുംബാംഗങ്ങളാണ് ഉണ്ടാവാറുള്ളത്. ആ കുടുംബാംഗങ്ങൾ ഇയാളെ കൊന്നതാണോ അല്ലേ എന്നുള്ളതിനെക്കുറിച്ച് നാളെ ഒരാൾ സംശയമായിട്ട് ഉന്നയിച്ചു വന്നാൽ, ഈ മരിക്കുന്ന സമയത്ത് അവരല്ലാണ്ട് നാട്ടുകാരും കണ്ടിട്ടില്ല മരിക്കുന്നത് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നാൽ അത് അന്വേഷിക്കുമോ പോലീസ്? അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അന്വേഷിക്കണം. അല്ല, അത് ആര് തീരുമാനിക്കും? അത് അന്വേഷിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാ? പോലീസ്. അപ്പോൾ ഇവിടെ മാത്രം പോലീസ് തീരുമാനിക്കാൻ കാരണം എന്താ? ഇവിടെ കുടുംബാംഗങ്ങളല്ലേ സർട്ടിഫൈ ചെയ്തത്? കുടുംബാംഗങ്ങളാണല്ലോ മരിച്ചു എന്നുള്ളത്. കുടുംബാംഗങ്ങളാണ് മരിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു മരണം നടക്കുകയാണെങ്കിൽ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ചുറ്റുപാട്ടത്തിലുള്ള ഒരു 10 പേരെങ്കിലും അറിയുമല്ലോ. രാവിലെ നടന്ന സംഭവമാണ്. അത് ഈ ആൾക്കാരും അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? കാരണം രാവിലെ നടന്ന സംഭവം വൈകുന്നേരം വരെ അവിടെ അതിൻ്റെ പണികൾ നടക്കുന്നു, രാത്രി കൊണ്ട് പൂർത്തിയാവുന്നു. അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നു. ഒരു കൺസ്ട്രക്ഷൻ നടന്ന് അത്രയും പ്രവർത്തനമൊക്കെ നടന്നിട്ട് നാട്ടുകാരെ അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റുമോ? അവർ പറഞ്ഞത് രാവിലെ 9 മണിയോടെ സമാധി നടന്നു എന്നാണ് പറയുന്നത്. 11:45 എന്ന് പറയുന്നു. 11:45 എന്ന് പറയുന്നു. 11:45 മുതൽ വൈകുന്നേരം പകൽ വെളിച്ചത്തിലാണ് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ നടന്നിരിക്കുന്നത്. അല്ല, ഇത് സ്ലാബിട്ട് മൂടിയ സമയം എത്രയാണ് എനിക്കറിയില്ല. എത്ര മണിക്കാണ് സ്ലാബിട്ട് മൂടിയെന്നുള്ളതെന്ന് അറിഞ്ഞുകൂടാ. അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടായിരുന്നല്ലോ. പകലാണല്ലോ ഇത് മുഴുവൻ നടന്നത്. ഇവർക്ക് ഇതിൻ്റെ പുറകിൽ ഒരു കൊലപാതകമാണ് എന്നുള്ളത് വരെ അതിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണം കൊണ്ടുവരുന്നതിൻ്റെ കാര്യം എന്താ? അല്ല, അതിനു മുമ്പ് ഈ കുടുംബത്തിൽ ഇവർ തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടായതായിട്ട് നാട്ടുകാർക്ക് ബോധ്യമുണ്ടോ? അല്ല, ഇതിലൊരു കൺസ്ട്രക്ഷൻ നടന്ന് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന് സമാധി മൂടിയതിന് ശേഷം അദ്ദേഹം സമാധിയായി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സ് വെച്ചതിന് ശേഷമാണ് ആളുകൾ അദ്ദേഹം അതിനകത്തുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു എന്നുള്ള കാര്യം നാട്ടുകാരറിയുന്നത്. അതിന് മുമ്പ് ഒരു കൺസ്ട്രക്ഷൻ നടക്കും. ഇപ്പോൾ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നു, ആൾക്കാർ വന്നിട്ട് അപ്പുറത്തില്ല എന്താ കൺസ്ട്രക്ഷൻ നടക്കുന്നത് എല്ലാവരും വന്ന് ചോദിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട. അപ്പോൾ പകലാണ് ഇതൊക്കെ നടന്നതെന്നുള്ള വ്യക്തമാണല്ലോ. അപ്പോൾ ഒളിച്ചു വെച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് അവർക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ പകൽ വെളിച്ചത്തിലാരും ഇത്തരത്തിൽ ദുരൂഹമായിട്ടുള്ളൊരു കാര്യം നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ ഉണ്ട്. അതിന് കുറ്റക്കാരാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. അതിനൊന്നും ആർക്കും വിരോധമില്ല. അതുകൊണ്ടാണല്ലോ കോടതി അന്വേഷിക്കാൻ പറഞ്ഞു. ഓക്കെ, അതിനകത്ത് വെൽക്കം. മറിച്ച് ഒരു ആൾ പരാതി കൊടുത്തു, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആൾ ഓഫ് എ സഡൻ വന്ന് സംഗതി ഇത് പൊളിക്കാൻ തീരുമാനിക്കുന്നത് തെറ്റായ കീഴ്വഴക്കാണെന്ന് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് കുറ്റക്കാരാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണമെന്ന്. ആർക്കാണ് അതിന് എതിർപ്പ്? ഗോപൻ സ്വാമിയുടെ കുടുംബത്തോടൊന്നും ഹിന്ദു ഐക്യവേദിക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. മറിച്ച് ഇതിനകത്ത് ഒരു തെറ്റായ പ്രാക്ടീസ് ആരംഭിക്കുന്നു. ആ പ്രാക്ടീസ് അങ്ങനെ ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല. ഹിന്ദു ഐക്യവേദിക്ക് വരാനായിട്ടുള്ള ആവശ്യം ഉന്നയിക്കപ്പെടുന്ന എപ്പോഴാണ്? ഹിന്ദു ഐക്യവേദി അവിടെ ഈ സമാധിയുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ചെല്ലുകയാണ്. അതെന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ മനസ്സിലാക്കുന്നത്. അതുവരെ ഹിന്ദു ഐക്യവേദി പിക്ചറിലില്ല. ഈ വിഷയം എന്താണെന്ന് കേട്ടറിഞ്ഞിട്ട് ചെല്ലുന്ന സമയത്താണ് അവിടെ ഒരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് SDPയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകൾ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വലിയ ബഹളം ഉണ്ടാക്കുകയാണ്. വലിയ ബഹളം ഉണ്ടാക്കുന്നു. അവരെക്കുറിച്ച് ഈ കുടുംബക്കാർക്ക് നേരത്തെ തന്നെ പരാതിയുണ്ട്. ഈ ക്ഷേത്രം മലീമസമാക്കാൻ വേണ്ടി ഉള്ള പല ശ്രമങ്ങളും, ആ ക്ഷേത്രം അവിടെ ഇവരുടെ സെൻറ്ററിൽ ഒരു ക്ഷേത്രം ഉയർന്നു വരുന്നതിനെതിരായിട്ട് അവരുടെ ഭാഗത്തു നിന്നും തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്ന് പല ബുദ്ധിമുട്ടുകളും ഈ കുടുംബത്തിനുണ്ടായിട്ടുണ്ടെന്നുള്ള ആരോപണം കുടുംബം പറയുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല, നമുക്ക് അറിഞ്ഞുകൂടാ. കുടുംബത്തിൻ്റെ ആരോപണമാണിത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ ചേർത്ത് നമ്മൾ വായിക്കണം. അപ്പോൾ ഇതിനകത്ത് ഇതൊക്കെ തീർത്തും നിഷ്കളങ്കമായിട്ടാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധ്യമല്ല.
ഈ പലപ്പോഴും ഇപ്പോൾ സമാധി എന്ന് ഇപ്പോൾ ശരിക്കും മലയാളികൾ കേട്ടത് ചിലപ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു വൈറലായത് ഇപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ സമാധിയുടെ ആയിരിക്കും. സമാധി എന്ന ഇതുകൊണ്ട് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? സമാധി എന്നുള്ളത് അവനവൻ്റെ ഇപ്പോൾ ശ്രീരാമൻ ജലസമാധി അടഞ്ഞു എന്നാണ്. ശ്രീരാമൻ എങ്ങനെയാണ് സമാധി അടയുന്നത്? ശ്രീരാമൻ നേരെ സരയൂ നദിയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അതിനെ നമ്മൾ ജലസമാധി എന്ന് പറയും. നേരെ ഇപ്പോൾ നമ്മുടെ ഇദ്ദേഹം മരിച്ചത്, സവർക്കർ മരിച്ചത് പട്ടിണി കിടന്ന, അതിന് പ്രായോപവേശം എന്ന് പറയും. പട്ടിണി കിടന്ന് മരിക്കാൻ തീരുമാനിക്കുന്നു, അതൊരു സമാധിയാണ്. ഇതേപോലെ ധ്യാനനിമഗ്നനായിരുന്ന് തൻ്റെ പ്രാണൻ പിടിക്കാൻ തീരുമാനിക്കുന്നു, അതൊരു സമാധിയാണ്. ഇതൊക്കെ ഓരോരുത്തരും അവരുടെ വിശ്വാസം അനുസരിച്ച് ചെയ്യുന്നതാണെന്ന്. അത് നാരായണ ഗുരുദേവന് മാത്രമേ പറ്റൂ, അത് രാമകൃഷ്ണ പരമഹംസന് മാത്രമേ പറ്റൂ, സാധാരണക്കാരന് പറ്റില്ല എന്ന് നമ്മളെന്തിനു വിലയിരുത്തണം? നമുക്കെന്താ അതിൻ്റെ അധികാരം? ആരതിനെ സർട്ടിഫൈ ചെയ്തു നമ്മളെ? അപ്പോൾ ഇതിനൊക്കെ ഇവിടുത്തെ സാധാരണ ഹിന്ദുവിനും സമാധിസ്ഥനാകാനുള്ള അവകാശമുണ്ട്. അയാളത് ചെയ്തോട്ടെ, അതിനെന്താ നമുക്കെന്താ തർക്കം? അതിങ്ങനെ തടയാൻ പറ്റും? സമാധി ആയതല്ലല്ലോ തടയുന്നത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ക്ഷേത്രം പണിയുന്നു, എല്ലാവർക്കും തൊഴാനുള്ളതും ബാക്കിയുള്ളവർക്കും അവസരങ്ങൾ കൊടുക്കുന്നു. അദ്ദേഹം അവിടുത്തെ അറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമാധി ആളുകളെ വിളിച്ചുകൂട്ടി അറിയിക്കാതെ കുടുംബം മാത്രം, കുടുംബക്കാർ പറയുന്നത് എന്താ? അദ്ദേഹം തന്നെ കുടുംബക്കാരോട് പറഞ്ഞു ഇത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ്, അതായത് നാട്ടുകാർ ഇത് വ്യാപകമായി നാട്ടുകാർ ഇത് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇൻവോൾവ്മെൻറ്റ് ഇതിൽ ഉണ്ടായിട്ടില്ല. അതാണല്ലോ ഈ ദുരൂഹത എന്ന് പറയുന്ന ഘടകത്തിൻ്റെ കാരണം. അത് അന്വേഷിച്ചോട്ടെ, അന്വേഷിക്കേണ്ടെന്നാരെ പറഞ്ഞേ? ഏത് അന്വേഷണത്തിനും അതിൻ്റെ ഒരു പ്രൊസീജിയർ പാലിക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ നമ്മൾ. അല്ല, അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടാതെ അല്ല. ഇപ്പോൾ ഈ എന്തിനാണ് ഇത്ര ഹറി? അത് കോടതിയുടെ ഒരു പെർമിഷനോട് കൂടിയിട്ട് ഇതാ ഇങ്ങനെ ഒരു ഇതുണ്ട്, കോടതിയുടെ ഒരു പെർമിഷനോട് കൂടി ചെയ്താൽ ഇപ്പം എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇവിടെ എല്ലാ കേസുകൾക്കും എല്ലാ കാര്യങ്ങൾക്കും കോടതിയുടെ ഇതുണ്ടെങ്കിൽ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അല്ല, ചില കാര്യങ്ങളിൽ കോടതിയുടെ അനുമതി തന്നെ വേണം. ചില കാര്യങ്ങളിൽ ഇതെന്താണ് സംഭവം? ഇതിനകത്ത് ഒരു വിശ്വാസത്തിൻ്റെ പാർട്ടുണ്ട്. അവരുടെ സ്വന്തം സ്ഥലത്ത് അവരുടെ അച്ഛൻ്റെ അവർ തന്നെ മരിച്ചു എന്ന് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഒരാൾ മരിച്ചാൽ അത് വിലയിരുത്തുന്നത്, മരിച്ചോ ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യുന്നത്. ഡോക്ടർ വന്നിട്ടൊന്നുമല്ല. അങ്ങനെ നിയമവും ഇല്ല, ഡോക്ടർ വന്നിട്ട് കൺഫേം സർട്ടിഫൈ ചെയ്തോളണമെന്ന് ഒരു നിയമവും എവിടെ എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ കുടുംബാംഗങ്ങൾ തന്നെ അവർ അച്ഛനും മക്കളും കൊണ്ട് തീരുമാനിക്കുന്നു അച്ഛൻ മരിച്ചു, അവരതിന് സമാധിയാണ് എന്ന് പറയുന്നു. സമാധിയായി എന്ന് പറയാനും അങ്ങനെ വിശ്വസിക്കാനും അവർക്ക് അവകാശമുണ്ടെന്ന്. ഹൂ ആർ യു ടു ക്വസ്റ്റ്യൻ ദം? അങ്ങനെയാണെങ്കിൽ കൂടി ഇത് സമൂഹത്തിൽ ഇപ്പോൾ താങ്കളുടെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരു മരണം നടന്നു കഴിയുമ്പോൾ നമ്മളത് സമൂഹത്തിന് അറിയിക്കില്ല. സമൂഹത്തെ അറിയിച്ചോളണം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അറിയിക്കില്ല. അല്ല, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ നിയമമുണ്ടോ? സമൂഹത്തെ അറിയിച്ചോളണം നിയമമുണ്ടോ? സമൂഹത്തെ അറിയിക്കാൻ പാടില്ല നിയമമുണ്ടോ? ഇല്ല, അത് അവരുടെ ചോയ്സ് ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് their ചോയ്സ്. സമൂഹത്തെ അറിയിക്കാതിരിക്കുക എന്നുള്ളത് their ചോയ്സ്. അപ്പൊ സമൂഹത്തിന് ആവശ്യപ്പെടാൻ ഈ മരണം അതുപോലെ അന്വേഷിച്ചോളാൻ പറഞ്ഞേ. അന്വേഷിക്കാനല്ലേ കല്ലറ പൊളിക്കണം. അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കല്ലറ പൊളിച്ചോളൂ. കല്ലറ പൊളിക്കുമ്പോൾ പാലിക്കേണ്ട ചില പ്രൊസീജിയർ ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് അതിന് ഭയം? നിങ്ങളെന്താണ് അതിൽ ഭയം? പ്രൊസീജിയർ പാലിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളെന്താണ് അതിന് തടസ്സം? ഞാൻ അന്വേഷിച്ചോളാണ് പറയുന്നത്. നിങ്ങൾ അന്വേഷിക്കുമെന്ന് പറയുന്നു, അതിന്റെ പ്രൊസീജിയർ പാലിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ പറയുന്നത്. പ്രൊസീജിയർ പാലിക്കണമെന്നില്ല, അങ്ങനെ പ്രൊസീജിയർ വേണമെന്നല്ല കുടുംബം പറയുന്നത്. പൊളിക്കാൻ സാധിക്കില്ല. അത് കുടുംബത്തിന്റെ ഹിന്ദു ഐക്യയുടെ നിലപാടല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് കുടുംബത്തിന്റെ നിലപാട് എന്റെ നിലപാടല്ല. കുടുംബത്തിന്റെ നിലപാടല്ല എന്റെ നിലപാട്. കുടുംബം ഒരു നിലപാടെടുത്തിട്ട് കുടുംബം ആവശ്യപ്പെടുന്നത് ഇതൊരു സമാധി സ്ഥാനമാണ്. ആ സമാധി സ്ഥാനം എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് ഹിന്ദു ഐക്യവേദി അംഗീകരിക്കുന്നു. മറിച്ച് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ദുരൂഹത ഉണ്ടെങ്കിൽ ആ ദുരൂഹത അന്വേഷിക്കേണ്ടത് നിയമവാഴ്ചയുടെ ഭാഗമായിട്ടാണ്. ആ നിയമവാഴ്ച പ്രോപ്പർ ചാനലിലൂടെ നടന്നാൽ അതിനെ ഹിന്ദു ഐക്യവേദി സ്വാഗതം ചെയ്യും. ഇതിനകത്ത് എന്താ തെറ്റ്? ഇതിലെവിടെയാണ് തെറ്റ്? ഹിന്ദു ഐക്യവേദി ഇത് കുടുംബത്തിനൊപ്പമാണ് നിൽക്കുന്നത് അതോ എന്തിനൊപ്പം നിൽക്കുന്നത്? ശരിക്കും നിയമത്തിന്റെ ഒപ്പം നിൽക്കും. കുടുംബത്തിന്റെ വിശ്വാസം പാലിച്ചുകൊണ്ട് തന്നെ നിയമം നടപ്പാവണം. യാതൊരു സംശയവുമില്ല. കുടുംബം പറയാണ് ഇപ്പൊ ആര് വന്നാലും ഇത് പൊളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഐക്യവേദി എന്ത് ചെയ്യും? അല്ല, കോടതി ഇടപെട്ടല്ലോ. കോടതിയുടെ നിലപാട് ഹിന്ദു ഐക്യവേദി വളരെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. കോടതി എന്തു പറയുന്നോ കോടതിയുടെ ഉത്തരവ്. കാരണം ഈ കാര്യത്തിൽ കോടതിയാണ് നിലപാടെടുക്കേണ്ടത്. കോടതിയുടെ നിലപാട് എന്താണോ അത് പാലിക്കണം. ഇത് ഹിന്ദു ഐക്യവേദി തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ടല്ലോ. തുടക്കം മുതൽ നിങ്ങൾ ഹിന്ദു ഐക്യവേദിയുടെ പരാതി ഡിവൈഎസ്പിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. എന്താണ് ഹിന്ദു ഐക്യവേദിയുടെ പരാതിയിൽ? ഇതിൻ്റെ പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകണം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ആ പരാതിയുടെ കോപ്പി നിങ്ങൾക്ക് കാണണം. എൻ്റെ ഫോണിലുണ്ട് ആ പരാതിയുടെ കോപ്പി. ഇത് പറയുമ്പോൾ എന്തിനാണ് വിറയ്ക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇത്തരം ഈ പേടിക്കുന്നത്? പ്രൊസീജിയർ പാലിക്കണം എന്ന് പറഞ്ഞ് പ്രൊസീജിയർ പാലിക്കണം. എല്ലാ കേസിലും പ്രൊസീജിയർ പാലിക്കണം. സംശയം എന്താ കാര്യത്തിൽ?
അല്ലാണ്ട് നാട്ടിൽ ഒരാളുടെ പരാതി കിട്ടിയാൽ, ഒരു വെള്ളക്കടലാസിൽ പരാതി കിട്ടിയാൽ ഓടി വന്നിട്ട് നിങ്ങളുടെ വീടിൻ്റെ അടിവാരം തോണ്ടാൻ ഒരു പോലീസിന് അധികാരമില്ല. ഒരു പോലീസിന് അധികാരമില്ല. അങ്ങനെ അനുവദിക്കാൻ പോയാൽ അത് നിയമവാഴ്ച തെറ്റായ രീതിയിൽ പോകണമെന്നാണ് അർത്ഥം. ഇവിടെ നിയമത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ വലിയ തോതിലുള്ള ഒരു ഘടകം അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും കൂടി ഇതിനകത്തൊരു അവധാനത ഉണ്ടാവണം. ആ അവധാനതയോട് കൂടിയിട്ട് ഈ കേസന്വേഷണം നടത്തണം. കേസന്വേഷണം നടത്തട്ടെ. ഇത് തന്നെയാണ് ഹിന്ദു ഐക്യവേദിയുടെ അഭിപ്രായം. യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. ഇപ്പോൾ ഈ കേസന്വേഷണം നടത്തിയത് വേറെ രീതിയിലാണ്, അല്ലെങ്കിൽ കൊലപാതകമാണ്, അല്ലെങ്കിൽ വേറെ രീതിയിലാണ് മരണം നടന്നിട്ടുണ്ടെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ പ്രതികരണങ്ങൾ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അവരെ ശിക്ഷിക്കേണ്ടതാണെങ്കിൽ ശിക്ഷിക്കണമെന്ന്. ഇതിനകത്തൊരു കൊലപാതകമാണെങ്കിൽ ആർക്കെങ്കിലും അവരുടെ സംരക്ഷിക്കാൻ പറ്റുമോ? ഹിന്ദു ഐക്യവേദിക്ക് അതിൻ്റെ കാര്യത്തിൽ വളരെ, നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഗ്രേ ഏരിയയിൽ ഹിന്ദു ഐക്യവേദി നിർത്താൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ പർപ്പസ്ഫുള്ളായിട്ട് ചോദിക്കുന്നത്. ദാറ്റ്സ് യുവർ പർപ്പസ്. എനിക്ക് വളരെ വ്യക്തതയുണ്ട് ഈ കാര്യത്തിൽ. അതായത് ഒരു ഗ്രേ ഏരിയയുടെയും ആവശ്യമില്ല. അന്വേഷണം നടക്കണം. അത് ഏതെങ്കിലും നാലാളുടെ മുദ്രാവാക്യത്തിൻ്റെ പുറത്തുള്ള അന്വേഷണമല്ല. അതിനൊരു പ്രോപ്പർ ചാനൽ വേണം. അതിൻ്റെ പ്രൊസീജിയേഴ്സ് പാലിക്കണം. ഈ ആളുകളെ വിശ്വാസത്തിലെടുക്കണം. അവരോട് സംസാരിക്കണം. 70 വയസ്സായിട്ടുള്ളൊരു അമ്മയുണ്ട് അവിടെ. അവരുടെ ഭർത്താവാണ് മരിച്ചത്. അവരുടെ വിശ്വാസമുണ്ട്. അവർക്ക് 19 വർഷമായിട്ട് പാലിക്കുന്നൊരു ക്ഷേത്രമുണ്ട്. ഇതിനൊന്നും യാതൊരു വിലയില്ലേ? വിലയുണ്ട്. അത് പാലിക്കണമെന്ന് പറഞ്ഞാൽ ഹിന്ദു ഐക്യവേദി എങ്ങനെ കുറ്റക്കാരാവും? ഇത് മരണത്തെ മാത്രമല്ല, ഈ ബാക്കിയുള്ള ക്ഷേത്രം പൊളിക്കണമെന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് വരെ തടയണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടുത്തെ നാട്ടുകാരോ അവിടുത്തെ പൊതുസമൂഹം ആരും ആവശ്യപ്പെടുന്നില്ല. അവർ പറഞ്ഞ അവർക്ക് കണ്ടുവളർന്നു വന്ന നാട്ടുകാർക്ക് അങ്ങനെ സംശയമുണ്ട്. നാട്ടുകാരുടെ സംശയം അനുസരിച്ച് പോലീസും അത് വിശ്വസിക്കുന്നുണ്ട്. പോലീസിന് സംശയമുള്ള മരണമാണെങ്കിൽ അത് അന്വേഷിക്കാം, ഒരു തെറ്റുമില്ല. ആ അന്വേഷണത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു വഴിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യമാവുന്നുണ്ട്. ബാക്കി കോടതിക്കും പോയി, കോടതിയും ഇപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇത് സമാധിയാണോ അല്ലേ എന്നുള്ളത് കോടതിയുടെ പ്രശ്നമല്ല. ഇത് പൊളിക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ കോടതി അനുകൂലമായി തീരുമാനം എടുക്കുമായിരുന്നു എന്നാണ് അതിനർത്ഥം. ദാറ്റ് മീൻസ് മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യം പരിഗണിക്കാമായിരുന്നു എന്നാണ്. അല്ലാത്തടത്തോളം ഇത് അസ്വാഭാവിക മരണമായിട്ട് പരിഗണിക്കാൻ പറ്റൂ എന്നാണ് കോടതി പറഞ്ഞത്. അസ്വാഭാവിക മരണമായിട്ട് കോടതി അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിച്ചോട്ടെ, ഒരു വിഷമമില്ല. പക്ഷേ ഇവിടെ ഒരു കോടതിയുടെ ഡയറക്ഷൻ ഉണ്ട്, മോണിറ്ററിംഗ് ഉണ്ട്. അതാണ് ഈ കാര്യത്തിൽ വേണ്ടത് എന്ന അഭിപ്രായമാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞത്. അസ്വാഭാവിക മരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോടതിയുടെ മോണിറ്ററിംഗ് ഉണ്ട്, പോലീസ് അന്വേഷിക്കുന്നു, കല്ലറ പൊളിക്കണം എന്ന് പറയുമ്പോൾ ഹിന്ദു ഐക്യവേദി പറഞ്ഞാൽ പൊളിക്കാൻ തയ്യാറാണെന്നാണ് കുടുംബം പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും ആ കാര്യത്തിൽ? ഹിന്ദു ഐക്യവേദിക്ക് കുടുംബത്തിൻ്റെ അഭിപ്രായങ്ങളെയൊന്നും ഹിന്ദു ഐക്യവേദി പരിഗണിക്കുന്നില്ല. ഹിന്ദു ഐക്യവേദിക്ക് ഹിന്ദു ഐക്യവേദിയുടെ അഭിപ്രായമുണ്ട്. അത് തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ അഭിപ്രായം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊസീജിയർ അനുസരിച്ച്, അതായത് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കേണ്ടത്. അത് നടക്കണം. ഒരു വിശ്വാസത്തിൻ്റെ പാർട്ട് അവിടെ ഉള്ളതുകൊണ്ട് അതുകൂടി കണക്കിലെടുത്തിട്ട് വേണം ഒരു അല്പം മര്യാദയൊക്കെ ആ കാര്യത്തോട് കാണിക്കണം. അല്ലാതെ തൂമ്പയും മമ്മട്ടിയെടുത്ത് ഇടിച്ചു പൊളിച്ച് അതങ്ങ് പൊളിച്ച് കളയുക എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസത്തെ തകർക്കുകയൊന്നും ചെയ്യുന്നുണ്ട്. അതിലവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവരെ യാതൊരു വിധത്തിലുള്ള ദയയും കൂടാതെ ശിക്ഷിക്കണം. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ കുടുംബം താങ്കളുടെ ഹിന്ദു ഐക്യവേദിയുമായിട്ടുള്ള ചർച്ച നടത്തിയോ ഏതെങ്കിലും രീതിയിൽ? ഹിന്ദു ഐക്യവേദികളായിട്ടും ഗോപൻ സ്വാമിയുടെ കുടുംബമൊന്നും ചർച്ച ചെയ്യുകയല്ല. അവിടെ സ്വാഭാവികമായിട്ട് അവിടെ നിരവധി സംഘടനകൾ പോയിട്ടുണ്ടാവും. ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർ പോയി ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അവർ ചില കാര്യങ്ങൾ ഹിന്ദു ഐക്യവേദിയുടെ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു ഐക്യവേദിയും പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ചർച്ച നടന്നത്. മറ്റ് പ്രവർത്തകരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേര് അവിടെ VSDPയുടെയൊക്കെ സംസ്ഥാന നേതാവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസുമായിട്ടുള്ള ചർച്ചയിലും പോലീസിനും ബോധ്യമായ കാര്യം. അതുകൊണ്ടാണ് പോലീസ് 3 മണിക്കൂർ സമയം മൊഴിയെടുക്കാൻ തയ്യാറായത്. അതുവരെ അവരുടെ മൊഴി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, കുടുംബം പറയുന്നത്, അവർ കോടതി വിധിയെ മാനിക്കുന്നു. കൂടുതൽ അതായത് കല്ലറ പൊളിക്കണം അല്ലെങ്കിൽ അവരെ സമാധി പൊളിക്കണം എന്നുണ്ടെങ്കിൽ ഹിന്ദു ഐക്യവേദിയുമായി ചർച്ച നടത്തിയതിന് ശേഷം മാത്രമാണ് നടക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഒരു. അല്ല, ആ കാര്യത്തിൽ ഹിന്ദു ഐക്യവേദിയുമായിട്ട് ചർച്ച നടത്തേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹിന്ദു ഐക്യവേദിയുമായിട്ട് ഒരു ചർച്ചയുമില്ല. കോടതി വിധി ഉണ്ടെങ്കിൽ കോടതി വിധി നടപ്പാവും. കോടതി വിധി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടപ്പാക്കുന്നതിന് നമുക്ക് വിരോധമില്ല. ഇത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ശരിക്കും അതായത് ഗോപൻ സ്വാമിയുടെ കുടുംബം പറയുന്നത് ഹിന്ദു ഐക്യവേദിയുടെ പേര് പറഞ്ഞിട്ടാണ് അവർ ആ വിഷയത്തിൽ നിന്ന് വേറെ രീതിയിൽ. ഹിന്ദു ഐക്യവേദി കുറ്റക്കാരല്ല. അപ്പോൾ ഹിന്ദു ഐക്യവേദിനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ കുടുംബം തോന്നുന്നുണ്ടോ?
അങ്ങനെ ഒരു കുടുംബം വിചാരിച്ചാൽ ബലിയാടാവുന്ന സംഘടനയൊന്നും ഹിന്ദു ഐക്യവേദിയല്ല. ഇത്തരം ഇപ്പോൾ ഞാൻ പറയും ദുരൂഹത, മറ്റേ എന്താണ് സംശയം എന്നൊക്കെ പറഞ്ഞ് ഹിന്ദു ഐക്യവേദി ആരും ഭയപ്പെടുത്താൻ നോക്കാൻ വേണ്ട. ഇതൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും വെച്ചിട്ടൊന്നും ഹിന്ദു ഐക്യവേദിയെ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് വിചാരിച്ചാൽ അതൊക്കെ വെറുതെ ചീറ്റി പോവുകയുള്ളൂ. അതൊന്നും വില പോകുന്നില്ല. അതൊന്നും കേട്ട് പേടിക്കുന്നവരല്ല ഹിന്ദു ഐക്യവേദിയുടെ ആൾക്കാർ.